ശ്രീ അലോഷ്യസ് സേവ്യർ, നിങ്ങളും ശക്തിയുക്തം എതിർക്കുകയാണല്ലോ, എന്തുകൊണ്ട്? അനുജ, ഭാരതീയ സംസ്കാരം എന്ന പേരിൽ അല്ലെങ്കിൽ ഭാരതീയ സംസ്കൃതി എന്ന പേരിൽ ഇവിടെ RSS സ്പോൺസേർഡ് ആയിട്ടുള്ള കുറേ അജണ്ടകൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രാവർത്തികമാക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഗുരുപൂജ എന്ന പേരിൽ നമ്മൾ അധ്യാപകരെ ആദരിക്കുന്നത് അല്ലെങ്കിൽ ബഹുമാനിക്കുന്നതിനൊന്നും കേശു എതിരല്ല. എന്നാൽ പക്ഷേ ഇവിടെ അധ്യാപകരെ ബഹുമാനിക്കുക, ആദരിക്കുക എന്നതിൻ്റെ പേരിൽ ഇവിടെ ഗുരുക്കന്മാരുടെ അല്ലെങ്കിൽ അധ്യാപകരുടെ കാല് കഴുകി വന്ദിക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഗുരുപൂജ നടത്തുക എന്ന് പറയുന്നത് നമുക്കൊരു പുരോഗമന കേരളത്തിൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. നമ്മുടെ ഈ കാലഘട്ടത്തെ നമ്മൾ വർഷങ്ങളായി നമ്മൾ നേടിയെടുത്ത നമ്മുടെ പുരോഗതിയെ പിന്നോട്ടടിക്കുന്ന, നൂറ്റാണ്ടുകൾ പിന്നോട്ടടിക്കാൻ മാത്രമേ ഇത്തരം പ്രവൃത്തികൾ മൂലം സാധ്യമാവുകയുള്ളൂ. ഇത് RSSൻ്റെ ഒരു അജണ്ടയാണ്, RSSൻ്റെ ഒരു ഹിഡൻ അജണ്ടയാണ്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് RSS നടത്തുന്ന എത്രയോ സ്കൂളുകളിൽ ഒളിഞ്ഞും തെളിഞ്ഞും പല രീതിയിൽ ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ പഴയ കാലങ്ങളിലേക്ക് നമ്മുടെ ഒരു രീതിയെ കൊണ്ടുപോകാൻ ഒരു വലിയ ആസൂത്രിതമായിട്ടുള്ളൊരു ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇത് ശക്തിയുക്തം എതിർക്കപ്പെടേണ്ടതാണ്. ഇവിടെ ഈ സ്കൂളുകളിലെല്ലാം ഗുരുപൂജ എന്ന് പറഞ്ഞ് ഇവിടെ നടത്തുന്ന ഇത്തരം പ്രവർത്തികൾ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. ഒരു തലമുറയെ തന്നെ പിന്നോട്ടടിക്കുന്നതാണ് ഇത്തരം ചെയ്തികൾ. ഇതിനെതിരെ വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധം KSU രേഖപ്പെടുത്തുകയാണ്. കേരളത്തിലെ മറ്റു പല സ്കൂളുകളിലും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നടത്തുന്നുണ്ട്. അതിനെപ്പറ്റി സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് KSU കത്ത് നൽകി മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ ഇത്തരം പ്രവർത്തികൾക്കെതിരെ വലിയ രീതിയിലേക്കുള്ള പ്രക്ഷോഭങ്ങളും വലിയ രീതിയിലേക്കുള്ള ഞങ്ങൾ പ്രതികരണവും എല്ലാം നടത്തിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയുണ്ട്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഇത്തരം ചെയ്തികളെ നമ്മൾ അനുവദിച്ചുകൂടാ. ഒരു കാര്യം കൂടി, കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത് പ്രകടമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് RSSൻ്റെ അജണ്ടകൾ ഒളിഞ്ഞും തെളിഞ്ഞും പല രീതികളിലും നടത്തപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. എന്നാൽ ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത എത്രയോ വിഷയങ്ങൾ ഇവിടെ നടക്കുന്നു. അതിനെപ്പറ്റിയെല്ലാം ഗൗരവകരമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തി ഒരു മതേതര നാട്ടിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികളൊന്നും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ചെറിയ കുട്ടികൾ അവർ പോലും അറിയാതെ അനാചാരങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനുള്ള ഒരു ശ്രമങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി നടത്തുന്നത്. ഇത് ശക്തിയുക്തം എതിർക്കപ്പെടേണ്ടതാണ് എന്നാണ് KSUവിൻ്റെ നിലപാട്. ഈ വിഷയം